ഇന്ന് ഈസ്റ്ററാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈസ്റ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് വൈകിയാണ് എണീച്ചത്. ഒരു 10 മണി കഴിഞ്ഞ് എണീക്കുമ്പോൾ. എന്നാൽ ലീവുള്ള ദിവസമൊക്കെ വൈകി എണീക്കുക. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ പിടിച്ച് വെക്കുക കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത ദിവസമൊക്കെ മെൽബിനെ സഹായിക്കും. ഇന്ന് ഞാൻ എണീക്കാൻ ഇച്ചിരി വൈകി. അപ്പോൾ ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ പിടിച്ച് കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി പുറത്ത് പോകാണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, ചിക്കൻ ബീഫ് എന്തൊക്കെ മേടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കണം വെച്ചിട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ അത് എനിക്ക് കുടിക്കാനുള്ള ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ കുറച്ച് പരിപാടിയുണ്ട്, വലിയ ആഘോഷമൊന്നുമില്ല. അപ്പോൾ അവൻ ചിക്കനും ബീഫൊക്കെ വാങ്ങാമെന്ന് വെച്ച് പോവാം. പിന്നെ ഈ മുറ്റം അങ്ങനെ കിടക്കണം, എല്ലാവരും വിചാരിക്കുന്നത് എന്തെങ്കിലും അടിച്ചു വാരാണ്ട് കിടക്കണമെന്ന്. ഇത് നമ്മൾ എത്ര അടിച്ചു വാരിട്ട് ഒരു കാര്യമില്ല. ഈ മരത്തിലെല്ലാം എങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അടിച്ചു വാരി 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കൊഴിയും. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു പ്രാവശ്യം അടിച്ചു വന്നിട്ടും കാര്യമില്ല. ഞങ്ങളെന്തായാലും ഇപ്പോൾ ഈ വീട് മാറാച്ച് നിൽക്കുക, കാരണം ഇവിടെ വെള്ളമില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും വീട് മാറണം. ഇനിയിപ്പോൾ വേറെ വീട് 1-2 നോക്കിയിട്ടുണ്ട്, മാറാച്ചിട്ടാണ്. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നു, ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതൊക്കെ അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് എന്ന് പറഞ്ഞാൽ മീൻകറി അതുപോലെ സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെക്കും, ഉപ്പേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെക്കും. പക്ഷേ എനിക്ക് ഈ ബീഫും ചിക്കനും കഴിക്കാൻ വലിയ അറിവില്ല. പിന്നെ അവരുടെ വെപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ വെപ്പാണ്. മെൽബിയുടെ വീട്ടുകാർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടച്ചിലുള്ള വെപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് വരും. എനിക്ക് കിട്ടില്ല അത്രയ്ക്ക് ഇങ്ങോട്ട് വെക്കാൻ. എന്നാലും ഞാൻ വെക്കാറൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ ചിക്കനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എന്തോരം സാധനങ്ങൾ എടുക്കണം എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുക, എത്ര അരിയണം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു തക്കാളിയും സബോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാതും കുറേശ്ശെ എടുത്ത് അരിയാൻ വേണ്ടി എല്ലാം കൂടെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ അടുത്ത്. തൈര് വാങ്ങിച്ചിട്ടില്ല, പപ്പടും തൈരും വാങ്ങിച്ചില്ല. അപ്പോൾ അതെന്താ വാങ്ങിക്കാത്തതെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതൊക്കെ അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി കഴിഞ്ഞു. പിന്നെയൊക്കെ അവൻ തന്നെ വെച്ചോളും. നമ്മളെന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി അടുത്ത് പോയി നിന്ന് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവൻ ചെയ്യും. പിന്നെ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ലീവുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവൻ അങ്ങനെ ഉണ്ടാക്കി തരും നമുക്ക്. നമ്മൾ ഉണ്ടാക്കണ്ട, അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. അവന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കഴിച്ചിട്ട് നല്ല റിവ്യൂ ഒക്കെ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ്റെ അടുത്ത്. അപ്പോൾ അവനവിടെ ബീഫ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് ആദ്യം വെക്കാമെന്ന് പറഞ്ഞു, കാരണം അതിന് കുറച്ച് വേവ് കൂടിയതുകൊണ്ട് ഫസ്റ്റ് അത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ബീഫൊക്കെ കഴുകുകയാണ്. അപ്പോൾ ഞാനതൊക്കെ കൂടെ അരിയാനായിട്ട് എല്ലാം കൂടെ എടുത്തുകൊണ്ട് അങ്ങനെ പോകാൻ നിൽക്കണം. അപ്പോൾ പോകാൻ നിൽക്കുന്ന നേരത്ത് ഫ്രിഡ്ജ് തുറന്നിട്ടിട്ടാണ് ഇത്രയും വർത്തമാനം പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജൊക്കെ അടച്ച് അവൻ നേരെ അങ്ങനെ പോയി. അങ്ങനെ ഞാനിങ്ങനെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയും കുടിച്ചുകൊണ്ട് അങ്ങനെ അരിയാമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ട് വെച്ചു. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞ് ഒക്കെ ഭംഗിയിൽ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ചീത്ത വിളിക്കും. അപ്പോൾ പിന്നെ അവൻ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞ് ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ബീഫാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബീഫ് ശരിക്കും അവൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഇവിടെ വേറെ ആരും ബീഫ് കഴിക്കില്ല, അവൻ മാത്രമേ കഴിക്കുള്ളൂ. ചിക്കനാണ് ഞാനും എൻ്റെ അനിയനൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അനിയൻ ഇന്നും കൂടെ ഉള്ളൂ. അവന് വയനാട് പണി ശരിയായി, വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജോലി ശരിയാൻ പോവുകയാണ്. അപ്പോൾ ഈ കണ്ട തുണികളൊക്കെ മടക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അലമാരയിൽ കൂട്ടി വയ്ക്കും. അവസാനം ഒരെണ്ണം വലിക്കുമ്പോൾ 2 പോരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാതും വലിച്ചിട്ട് കട്ടിലേക്ക് ഇട്ടു. എന്തായാലും ഇരുന്ന് മടക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം അടുക്കള ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത ദിവസമായതുകൊണ്ട് എനിക്കവിടെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം മടക്കിക്കറ്റാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടോ. അപ്പോൾ ബീഫ് ഉണ്ടാക്കി, സർലാസ് ഉണ്ടാക്കി, പപ്പടം, ചിക്കൻ, അത്രയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മേൽപ്പി ഉറങ്ങാൻ കിടന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു വ്ളോഗ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ആഘോഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.